ഞാൻ ബോധിനി ലൈവിൽ വന്നിരിക്കുന്നു. 14ാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. സന്തോഷമുണ്ടാകാൻ 4 കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഒന്ന്, ദുഃഖമില്ലാതിരിക്കാനാണ് ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞത്. അല്ല, സന്തോഷമുണ്ടാകാനാണ് ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞത് ഇന്നലെ. സന്തോഷമുണ്ടാകാൻ 4 കാര്യങ്ങളാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. എന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് ഇന്നലെ ഉള്ള എൻ്റെ ലൈവ് കേട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എൻ്റെ ലൈവ് യൂട്യൂബിലേക്ക് പകർത്തുന്നുണ്ട്. ആർക്കെങ്കിലും എൻ്റെ ലൈവ് കാണണം അല്ലെങ്കിൽ കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ യൂട്യൂബിലേക്ക് ചെല്ലാവുന്നതാണ്. എൻ്റെ ഫേസ്ബുക്കിലും ഞാൻ എൻ്റെ ലൈവ് ഇടുന്നുണ്ട്. അതെ, ഇത് ഫേസ്ബുക്കിലാണ് ലൈവ് ഇടുന്നത്. എൻ്റെ റീൽ എന്നതിലും ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോധിനി എന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് ബോധിനി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ മനസ്സിലാകാൻ കഴിയും എന്നെനിക്കറിയില്ല. നിങ്ങൾ ബോധിനി, ശരിക്കും എൻ്റെ പേര് അവധൂത ജ്ഞാനബോധിനി എന്നാണ്. വീണ്ടും പറയുന്നു, ശരിക്കും എൻ്റെ പേര് അവധൂത ജ്ഞാനബോധിനി എന്നാണ്. ഞാൻ ഈ പേര് സ്വീകരിച്ചിട്ട് 24 വർഷമായി. മനസ്സിലാക്കുക, ഞാൻ ഈ പേര് സ്വീകരിച്ചിട്ട് 24 വർഷമായി. 2000 ആണ്ടിലാണ് ഞാൻ ഈ പേര് സ്വീകരിച്ചത്, അവധൂത ജ്ഞാനബോധിനി. എൻ്റെ എംബ്ലവും ആ കൊല്ലത്തിൽ തന്നെയാണ് ഞാൻ സൃഷ്ടിച്ചത്, രൂപപ്പെടുത്തിയത്, നിശ്ചയിച്ചത്. എൻ്റെ എംബ്ലം, അതെ, ഞാൻ അഹങ്കാരത്തോടെ പറയുന്നു, എൻ്റെ എംബ്ലം എന്നല്ല ഞാൻ പറയുന്നത്, അതിനൊരു തിരുത്തുണ്ട്. എൻ്റെ മുദ്ര എന്നാണ്. എംബ്ലം എന്ന് പറയുന്നത് മുദ്ര എന്ന് പറയുന്നതും ഒന്നാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ അത്ര പരിജ്ഞാനമുള്ള ആളല്ല. മലയാളത്തിൽ തന്നെ പറയട്ടെ, മുദ്രയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് ഞാൻ നേരത്തെയൊക്കെ ഒരുപാട് പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് ഓർമ്മയിലില്ല. എൻ്റെ മുദ്ര, ബോധി മുദ്ര, അത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ബോധി മുദ്രയാണ്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഇതെന്താണ് ഈ കാണുന്നത്? ഇത് നക്ഷത്രമാണോ അല്ലെങ്കിൽ അവൻ്റെ വട്ടുകാച്ചലാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ല, ആ ചിഹ്നത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ ആർക്കെങ്കിലും സംശയം തോന്നുകയാണ്, ഇതെന്താണ് ഈ മുദ്ര, ബോധിമുദ്ര എന്നൊക്കെ വലിയ ഗമയിൽ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ബോധിമുദ്ര 1000 പോസ്റ്ററുകളിൽ കളറിൽ പ്രിൻ്റ് ചെയ്തു. 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1 വർഷത്തേക്കാൾ അധികമായി ഞാൻ പ്രിൻ്റ് ചെയ്തിട്ട് അതിൽ 50 എണ്ണം മാത്രമേ ഞാൻ ചുമരുകളിൽ പതിച്ചിട്ടുള്ളൂ. ബാക്കി 950 എണ്ണവും എൻ്റെ വീട്ടിൽ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഒരു ആധാരമൊക്കെ സൂക്ഷിക്കുന്ന മട്ടിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് 950 പോസ്റ്ററുകൾ. അതിലെഴുതിയിരിക്കുന്നത് ബോധിമുദ്ര എന്ന് മാത്രമാണ്. ആ ബോധിമുദ്ര മാത്രമാണ് അതിലുള്ളത്. അങ്ങനെ ഒരു പോസ്റ്റർ. അപ്പോൾ എൻ്റെ ആ പോസ്റ്ററിന് ഞാൻ വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാകാത്തതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പോസ്റ്റർ പതിച്ചിട്ടില്ല. എനിക്കതിന് 5000 രൂപ അന്ന് ചിലവായി. 1000 പോസ്റ്റർ പ്രിൻ്റ് ചെയ്യുന്നതിന് 5000 രൂപ ചിലവായി. ഇനിയും പതിക്കാത്ത ഒരു പോസ്റ്റർ കൂടെ എൻ്റെ കയ്യിലുണ്ട്. 100 പോസ്റ്ററുകൾ പതിച്ച ഒരു പോസ്റ്റർ കൂടെ. ആ പോസ്റ്റർ പൗരോഹിത്യം തൊഴിൽ എന്ന പോസ്റ്ററാണ്. അത് ഞാൻ പണ്ട് പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്, പൗരോഹിത്യം തൊഴിൽ. ആ പോസ്റ്ററാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പതിക്കാത്ത 2 പോസ്റ്ററുകൾ. അത് ഞാൻ തന്നെ പതിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. തൽക്കാലം അത് പതിക്കാൻ ഞാൻ പരിപാടിയില്ല. കാരണം വർഷക്കാലത്ത് പതിച്ചാൽ ഒരു പ്രയോജനവുമില്ല. അത് ജനങ്ങളിലേക്ക് എത്തുക പ്രയാസമാണ്. കാരണം അതൊക്കെ 2 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ പുതുമ നഷ്ടപ്പെടും. പിന്നെ ആരും അത് വായിക്കുകയില്ല. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ സന്തോഷമുണ്ടാകുന്നതിന് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സമൂഹത്തെ ഉപേക്ഷിക്കുക. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു.
അതിൽ ഞാൻ പറഞ്ഞ അതെന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ഇന്നലത്തെ ലൈവ് കേൾക്കുക, അല്ലെങ്കിൽ ബോധ്യമാർഗം എന്ന എൻ്റെ യൂട്യൂബ് കാണുക. ഇന്നലെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാനത് ആ 4 മാർഗങ്ങൾ ഞാൻ പറയുന്നില്ല. ഞാനിവിടെ ഇന്നലെയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീബുദ്ധൻ പറഞ്ഞ ആശയങ്ങൾ. ശ്രീബുദ്ധൻ പറഞ്ഞു, ദുഃഖമുണ്ട്, ദുഃഖത്തിന് ദുഃഖമുണ്ട് എന്നാണ് ഏറ്റവും ആദ്യം അയാൾ പറഞ്ഞത്. പിന്നെ അയാൾ പറഞ്ഞ ഒരു വിഷയം ദുഃഖത്തിന് പരിഹാരമുണ്ട് എന്നൊക്കെയാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം ദുഃഖത്തിന് കാരണമുണ്ട് എന്നാണ്. ദുഃഖമുണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട്, ദുഃഖത്തിന് പരിഹാരമുണ്ട് എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞു വെച്ചത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ വിഷയം അതായിരുന്നു. ഇന്നലെ ഞാനിത് വിശദീകരിച്ചു. എന്നാൽ ഇന്ന് ഞാനത് ഒരു ചെറിയ തിരുത്തു വരുത്തുകയാണ്. ബുദ്ധൻ പറഞ്ഞ കാര്യത്തിലല്ല തിരുത്തു വരുത്തുന്നത്. ബുദ്ധൻ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം എന്താ? ദുഃഖം എന്ന് പറയുന്നത് നിർബന്ധമായി മനുഷ്യന് ആവശ്യമുള്ളതല്ല. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഞാൻ പറഞ്ഞു 4 കാര്യങ്ങളിലൂടെ നമുക്ക് ദുഃഖം ഒഴിവാക്കാമെന്ന്. 4 കാര്യങ്ങളിലൂടെ നമ്മളതിന് ആദ്യം തന്നെ ഞാൻ പറയുന്നത് ഈ സമൂഹത്തെ അവഗണിക്കുക. ആദ്യമെന്നല്ല, 4 കാര്യങ്ങളിൽ ഒന്നായി ഞാൻ പറയുന്നത് ഈ സമൂഹത്തെ അവഗണിക്കുക എന്നുള്ളതാണ്. സമൂഹത്തെ അവഗണിച്ചാൽ നമുക്ക് ദുഃഖം ഒഴിവാക്കാം എന്നതാണ് എൻ്റെ സിദ്ധാന്തം. ഈ സമൂഹത്തെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ തിരിച്ചറിയുക, സമൂഹത്തെ മനസ്സിലാക്കുക, സമൂഹത്തെ ശ്രദ്ധിച്ച് നിരീക്ഷിക്കുക, വീക്ഷിക്കുക, പരീക്ഷിക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി വർദ്ധിക്കും. ബുദ്ധി വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സമൂഹം എന്ന് നമുക്ക് മനസ്സിലാകും. ഈ മനുഷ്യരെല്ലാം സമൂഹത്തെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് പലപ്പോഴും. സമൂഹത്തെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരാൾക്ക് ദുഃഖം ഉണ്ടാകാതിരിക്കാൻ ഒരു വഴിയുമില്ല. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ, ലൈവിൽ പറഞ്ഞ ഒരു കാര്യത്തെ എനിക്ക് ഇന്ന് തിരുത്തേണ്ടി വരികയാണ്. എന്താണ്? നമുക്ക് സന്തോഷിക്കണം എന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു. സന്തോഷിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന്. പക്ഷെ ഇന്ന് ഞാൻ തിരുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ദുഃഖം ഇല്ലാതിരിക്കുക എന്നതാണ്. ദുഃഖമില്ലാതിരിക്കുക, ദുഃഖത്തിൽ നിന്ന് മുക്തനാവുക, ദുഃഖത്തിൽ നിന്ന് മോചിതനാവുക എന്ന് ആദ്യം നമുക്ക് തീരുമാനിക്കാം. പിന്നീട് നമുക്ക് ശ്രീബുദ്ധനെ പോലെ ദുഃഖത്തിൽ നിന്ന് മുക്തനാവുക എന്ന് തീരുമാനിക്കാം. ശ്രീബുദ്ധൻ ദുഃഖത്തിൽ നിന്ന് മുക്തനായ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാത്ത വിധം ദുഃഖത്തിൽ നിന്ന് മുക്തനായ ഒരു അമാനുഷികനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ അമാനുഷികൻ എന്ന് വിളിക്കട്ടെ. അപ്പോൾ നമുക്കെങ്ങനെ ഒരു ദിവസം മുഴുവൻ ദുഃഖമില്ലാതിരിക്കാം, എങ്ങനെ സന്തോഷമുണ്ടാക്കാം എന്നല്ല. എൻ്റെ മകളൊക്കെ എങ്ങനെ സന്തോഷമുണ്ടാക്കാം എന്ന സിദ്ധാന്തക്കാരിയാണ്. മനസ്സിലാക്കുക, ഞാൻ അങ്ങനെ ആ സിദ്ധാന്തം എൻ്റെ മനസ്സിലും പൊട്ടിമുളച്ചിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനിയുള്ള ഈ പ്രായത്തിൽ എനിക്ക് സന്തോഷമുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഞാൻ ഒരു കാര്യം തുറന്നു പറയുകയാണ്. എൻ്റെ നല്ല കാലത്ത്, ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ 50 വയസ്സ്, 55 വയസ്സ്, 55 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സിനോട് അടുക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഒരു 2-3 വർഷത്തിന് മുൻപ് വരെ, 2 വർഷം അങ്ങനെ തന്നെ പറയട്ടെ, 2 വർഷത്തിന് മുൻപ് വരെ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സെക്സ് ആയിരുന്നു. എൻ്റെ സന്തോഷം ഒരു പുതിയ സെക്സ്. ഞാൻ അവകാശപ്പെട്ടതുപോലെ ഇനി പറയുന്നില്ല എൻ്റെ അവകാശം എന്താണെന്ന്. അപ്പോൾ ഒരു പുതിയ സെക്സ് അതെന്നെ വളരെ സന്തോഷിപ്പിച്ചിരുന്നു. നേരം വെളുക്കുമ്പോൾ ഞാനതിനെ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു പുതിയ സെക്സ് ചെയ്യണമെന്ന്. എനിക്കിന്ന് പുതിയ സെക്സ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രോക്കറെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനാവശ്യമായ സ്ത്രീയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേശ്യ എന്ന് പറയുന്നില്ല, ലൈംഗിക തൊഴിലാളിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളി അല്ലാത്ത ഒരു കുടുംബിനിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്നതാണ് ശരി. ഞാനൊരു കുടുംബിനിയെ ഇന്നത്തെ സെക്സിന് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ വലിയ ആഘോഷമായിരുന്നു, സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു, ആഹ്ലാദമായിരുന്നു. അപ്പം ഞാൻ കാത്തിരിക്കും.
എപ്പോഴാണ് വരിക? 11 മണിക്ക്. അപ്പോൾ 11 മണിയാകാൻ എത്ര സമയമുണ്ടിനി? ഞാൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. 11 മണിയാകാൻ എത്ര സമയമുണ്ട്? അതുപോലെ നമ്മൾ ഒരു ജിജ്ഞാസയുള്ള, വ്യഗ്രതയുള്ള, ആഗ്രഹമുള്ള മനുഷ്യനായിട്ടാണ് ഞാൻ 2-3 വർഷം വരെ ജീവിച്ചത് ഈ ഭൂമിയിൽ. അതെനിക്ക് വലിയ സന്തോഷവും ആഹ്ലാദവും നൽകിയിരുന്നു. ഒരു പുതിയ ദിവസത്തിന് ഒരു പുതിയ സെക്സ്, എത്ര സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളും അത് പ്രതീക്ഷിക്കുന്നില്ലേ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളും അത് പ്രതീക്ഷിക്കുന്നില്ലേ? ഒരു പുതിയ ദിവസത്തിന് ഒരു പുതിയ സെക്സ്. ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. പുതിയ ദിവസത്തിന് പുതിയ സെക്സ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്ന എന്താണ്? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്നെനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളില്ല. ഞാൻ അതിനെയൊക്കെ മറികടന്നിരിക്കുന്നു. എൻ്റെ മനസ്സ് അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു, കൊതിക്കുന്നു. ഞാനിന്നൊരു ബ്രഹ്മചാരിയായി ജീവിക്കുന്നു. മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ ഉള്ളിലുള്ള ആവേശം ശരിക്കും പറഞ്ഞാൽ ഈ ലൈവ് എടുക്കണമെന്നുള്ളതൊക്കെയാണ്. ഈ ലൈവിൽ എനിക്ക് എൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയണമെന്നുള്ളതാണ്. ഭയം കൂടാതെ, നിർഭയം എനിക്ക് ഈ ലൈവിൽ സംസാരിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ കുറച്ച് കാലങ്ങൾക്ക് മുന്നുള്ള ആഗ്രഹം ഇതായിരുന്നില്ല. ഞാൻ പോസ്റ്റർ പഠിക്കലും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്, സമൂഹത്തെ വീക്ഷിക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നേരം വെളുത്താൽ എൻ്റെ ആഗ്രഹം ഇന്ന് ഏത് കുടുംബിനിയെയാണ് എനിക്ക് സെക്സിന് കൊണ്ടുവരാൻ കഴിയുക എന്നായിരുന്നു. ഞാൻ അതിൽ ഒരുപാട് വിജയിക്കുകയും ചെയ്തു. ഒരുപാട് എണ്ണമറ്റ എന്ന് ഞാൻ പറയുന്നില്ല, എണ്ണാവുന്നത്ര സ്ത്രീകളുമായി എനിക്ക് അത് അങ്ങനെ വിളിക്കാനും സംഭോഗത്തിൽ ഏർപ്പാടാനുമൊക്കെ കഴിഞ്ഞിരുന്നു. അതെൻ്റെ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ മനുഷ്യന് സന്തോഷിക്കുക എന്നുള്ളത് ഒരു അജണ്ടയായിട്ട് സ്വീകരിച്ചാൽ സത്യത്തിൽ നടക്കുന്ന കാര്യമല്ല. അത് നടക്കില്ല. കാരണം എന്താണ്? എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും. ഞാനിനി ആർക്കൊക്കെയാണ് കഴിയാത്തത് എന്ന് പറയുന്നില്ല. ഒരു പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ആൾക്ക് പോലും എപ്പോഴും സന്തോഷമായിരിക്കാൻ കഴിയുകയില്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ദുഃഖത്തിലല്ലാതിരിക്കുക. എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ദുഃഖമെന്നാണ്. ദുഃഖം അതെന്താണെന്ന് അതിനെ നിർവചിക്കാനൊന്നും നിൽക്കണ്ട. അത് നിങ്ങൾക്കും എനിക്കറിയാം. നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഞാനും അനുഭവിക്കുന്നുണ്ട്. അല്ലേ? അത് ശരിയല്ലേ? ഞാനും അനുഭവിക്കുന്നൊരു വിഷയമാണ് ദുഃഖം. ആ ദുഃഖം എന്താണെന്ന ചോദ്യം അത് ചോദിക്കണ്ട. എനിക്കും നിങ്ങൾക്കും നല്ലതുപോലെ അറിയാം ദുഃഖം എന്താണെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ദുഃഖത്തിൽ നിന്ന് മുക്തനാകാൻ എന്തു ചെയ്യുമെന്നാണ് ചിന്തിക്കുന്നത്. എൻ്റെ പൂർണ്ണ സമയ ചിന്ത അതാണ്. ഇതിനിടയിൽ ഞാൻ എങ്ങനെ സന്തോഷമുണ്ടാക്കാം എന്ന് ചിന്തിച്ചു. ഞാൻ എന്നിട്ട് 2 ദിവസം സിനിമയ്ക്ക് പോയി. ഒരു ദിവസം ഒരു സിനിമ കണ്ടത് 3 ആൾ മാത്രമുള്ളൊരു സിനിമയാണ്. ആസിഫ് അലി എന്ന് പറയുന്ന ഒരു സിനിമാ നടനായിരുന്നു അതിൻ്റെ നായകൻ. ഒരു ദിവസം കണ്ട സിനിമ, അതിൻ്റെ പേരെന്താ, ലെവൽ ക്രോസ് എന്നോ എന്തോ ഒരു പേരാണ്. അത് ഞാൻ അത്ര ഓർത്തിരിക്കാൻ ആഗ്രഹിച്ചില്ല. അതിൽ 3 ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സിനിമ കണ്ടു. ഞാൻ അതിൽ ദുഃഖിതനായിരുന്നില്ല. സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ആവശ്യം സന്തോഷമൊക്കെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നി, എന്നാലൊരു കാര്യം ചെയ്യാം, ഇനി സിനിമ കാണുന്നത് ഒരു ശീലമാക്കാം. ഞാൻ ആലോചിച്ചു. പിന്നെയും ഞാനൊരു സിനിമ കണ്ടു. പിന്നെ കണ്ട സിനിമ മറിമായം എന്ന് പറയുന്ന പരിപാടി നടത്തുന്ന ആളുകളുടേതാണ്. അതൊരു ജീവിക്കുന്ന സിനിമയാകുമെന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ സിനിമ ഞാൻ രാംദാസിലാണ് കണ്ടത്. രണ്ടാമത്തെ സിനിമ ഞാൻ കണ്ടത് ഗിരിജയിലാണ്. ഗിരിജ തിയേറ്ററിലേക്ക് ബുള്ളറ്റ് ഓടിച്ച് എന്ന് ഞാൻ ആ സിനിമ കണ്ടു. അത് മറിമായം എന്ന് പറയുന്ന പരിപാടിയിൽ അഭിനയിക്കുന്നവരുടേതാണ് ആ സിനിമ. ആ സിനിമ എനിക്ക് ഇഷ്ടമായി എന്ന് പറയാം. ആ സിനിമയുടെ പേര് പഞ്ചായത്ത് ജെട്ടി. അതെ, പഞ്ചായത്ത് ജെട്ടി. എനിക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഓർമ്മ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പഞ്ചായത്ത് ജെട്ടി എന്നാണ് സിനിമ. എനിക്കത് ഇഷ്ടമായി. 100 രൂപയാണ് സിനിമ കാണാൻ വേണ്ടി ഞാൻ മുടക്കിയത്. അതിൽ ഞാൻ സന്തോഷവാനായി. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ കാണാൻ സിനിമാ തിയേറ്ററിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സന്തോഷത്തോടെയാണ് ചെല്ലുന്നത്. ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നമുക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഞാൻ 3ാമതൊരു സിനിമ കണ്ടു.
ജീവിതത്തിൽ ഞാൻ സിനിമ കാണാനൊന്നും സമയം കണ്ടെത്താറില്ല. സമയം കണ്ടെത്താറില്ല എന്നല്ല, എനിക്കൊരാഗ്രഹമുണ്ടാകാറില്ല. അതാണ് ശരി. സമയമൊക്കെ എനിക്ക് വേണ്ടതുണ്ട്. ഒരു തൊഴിലും പണിയുമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. എല്ലാ സമയവും ചിന്തകനാണ് ഞാൻ, തത്വചിന്തകനാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഈ അടുത്ത് ഒരു ദിവസം, ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ദിവസമാണെന്ന് തോന്നുന്നു, ഞാൻ ഒരു സിനിമയ്ക്ക് പോയി. 2-3 ദിവസമായി ആ സിനിമ കണ്ടിട്ട്. ആസിഫ് അലി എന്നാണ് അതിൽ അഭിനയിച്ച ആളുടെ പേര്. ഞാൻ ആദ്യം ഈ 3 ആളുടെ സിനിമയും ആസിഫ് അലിയുടേതാണ്. എനിക്കിപ്പോൾ ആസിഫ് അലിയെ ഓർമ്മ വരികയാണ്. എനിക്ക് ഈ സിനിമാ നടന്മാരുടെ പേരൊന്നും പറയാൻ അറിയില്ല, എങ്കിലും പറയേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. ഒരു ലൈവ് ഞാൻ പറയുമ്പോൾ ഒരു ക്ലാരിറ്റി വേണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ പേര് പഠിച്ചു വച്ചിരിക്കുകയാണ്, ആസിഫ് അലി. അയാളുടെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ കണ്ട ആ 3 ആളുള്ള സിനിമ കണ്ടു ആസിഫ് അലിയുടെ. അതെനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. അതിലൊരു മൂല്യവുമില്ല, അതിൽ നമുക്കൊരു വിജ്ഞാനവും കിട്ടാനില്ല. എങ്കിലും ഞാൻ ആ സിനിമ കണ്ടിരുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആസിഫ് അലിയുടെ തന്നെ ഒരു സിനിമ ഞങ്ങളുടെ അടുത്തുള്ള ഗാനം എന്ന തിയേറ്ററിൽ കാണാനിടയായി. അവിടെ ഞാൻ കൊടുത്തത് 120 രൂപയാണെന്ന് തോന്നുന്നു ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തത്. അങ്ങനെ ഞാൻ ആ സിനിമയുടെ തിയേറ്ററിലേക്ക് പ്രവേശിച്ചു. എനിക്ക് 1 രൂപയും കിട്ടിയില്ല. അതിൽ 2 പേരുടെ ഇതാണ് കാണിക്കുന്നത്. ആസിഫ് അലിയുടെ കൂടെ അഭിനയിക്കുന്ന ഒരാളുണ്ട്, അയാളുടെ പേര് എനിക്കത്ര അറിയില്ല. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം അയാളുടെ പേര്. പ്രസിദ്ധനായ ആൾ തന്നെയാണ്. എനിക്ക് അയാളുടെ പേരറിയില്ല, കാരണം സിനിമാ ലോകവുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് അയാളുടെ പേരറിയാത്തത്. അയാൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്, ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. അയാളൊരു മിമിക്രിയൊക്കെ നന്നായി അവതരിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ വലിയ കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ് അയാൾ. 2 ആളുണ്ട്. അയാൾ 2 ആളുമാണ് ഈ സിനിമയിലുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അവർ ഒരു പ്രത്യേക തരം സിനിമ. ആ സിനിമയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടാതെ ഇങ്ങനെ തുടർന്ന് ഞാൻ 1 മണിക്കൂർ അത് കണ്ടിരുന്നു. എന്തോ എൻ്റെ എൻ്റെ മനസ്സ് സന്തോഷത്തിലല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് മാത്രം ആ സിനിമ കണ്ടിരിക്കാനായില്ല. ഞാൻ കണ്ട ഈ 3 സിനിമകളിലും അധികമൊന്നും ആളുകളില്ല. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ആ തിയേറ്ററിൽ ആ ദിവസങ്ങളിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ ആ സിനിമ കണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു ദുഃഖഭാരം അനുഭവിക്കുന്ന പോലെ തോന്നിക്കൊണ്ടിരുന്നു സിനിമയ്ക്കിടയിൽ. അതുകൊണ്ട് എനിക്ക് ആ സിനിമയിൽ ലയിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. സിനിമ ഇഷ്ടപ്പെടാത്തതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ സിനിമ 1.25 മണിക്കൂർ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ബുള്ളറ്റ് ഇരിക്കുന്നത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുമോ, എനിക്ക് പുറത്ത് പറ്റാതെ വരുമോ എന്നൊക്കെ ഞാൻ ആശങ്കപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഒന്ന് ചിന്തിച്ച്, അല്ല, ഈ തിയേറ്ററിൽ തന്നെ വിരലെണ്ണാവുന്ന ആളുകളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ബുള്ളറ്റ് എടുക്കാൻ പ്രയാസം വരില്ല, വാച്ച്മാൻ പറഞ്ഞാൽ തുറന്നു തരുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ കണ്ണിൽപ്പെട്ടത് ആ വാച്ച്മാനെയാണ്, തിയേറ്ററിൻ്റെ വാച്ച്മാനെ. അയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമ ഇഷ്ടമായില്ല, എനിക്ക് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, അതിനെന്താ, അത് നിങ്ങൾ പോയിക്കോളൂ, അതിനൊരു പ്രശ്നവുമില്ല, ഞാൻ ഗേറ്റ് തുറന്നു തരാം, പോയി ബുള്ളറ്റ് എടുത്തുകൊണ്ട് വന്നോളൂ, അയാൾ നല്ല ഭാഷയിൽ എന്നോട് പറഞ്ഞു. എനിക്ക് അയാളുടെ ഭാഷ വളരെ ഇഷ്ടമായി. അങ്ങനെ ഞാൻ എൻ്റെ ബുള്ളറ്റ് അവിടെ നിന്ന് നോക്കിയപ്പോൾ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം ആകെ 10-15 വണ്ടികളെ ആ കാരേജിലുള്ളൂ. അപ്പം ഞാൻ ആ വണ്ടിയെടുത്ത് പുറത്തേക്ക് കിടന്നു. സത്യത്തിൽ ഞാൻ ചെറിയൊരു നഷ്ടബോധത്തോടെയാണ് പുറത്ത് കിടന്നത്. എൻ്റെ 120 രൂപ നഷ്ടമായല്ലോ എന്ന ചെറിയൊരു ദുഃഖം എനിക്കുണ്ടായി. ഇല്ല, ഞാൻ വിചാരിച്ചു 1 മണിക്കൂർ ഞാൻ സിനിമ കണ്ടുവല്ലോ, അതുകൊണ്ട് എനിക്ക് ആ രൂപ നഷ്ടമല്ല. സത്യത്തിൽ ഞാൻ അന്ന് എൻ്റെ മനസ്സ് സന്തോഷമായിരുന്നില്ല. എൻ്റെ മനസ്സിന് എന്തോ ഒരു ദുഃഖം വെറുതെ ഞാൻ അനുഭവിക്കുകയായിരുന്നു. എന്തോ ഒരു ദുഃഖം. ആ ദുഃഖമാണ് എന്നെ സിനിമ കാണാൻ ഇരിക്കാൻ പറ്റാത്തവനാക്കിയത്. അത് കഴിഞ്ഞ് ഇന്നലെയും ഒരു സംഭവം ഉണ്ടായി. എനിക്ക് തോന്നി ഒരു സിനിമ കാണണം. ഇന്നലെയല്ല, മിനിഞ്ഞാന്നാണെന്ന് തോന്നുന്നു. എനിക്കൊരു സംഭവം ഉണ്ടായി, ഒരു സിനിമ കാണണം. അന്ന് ഞാൻ അവിടെ ഒരു പോസ്റ്റർ കണ്ടിരുന്നു, ഈ ഗാനം തിയേറ്ററിൽ പോയപ്പോൾ, നുണക്കഥ എന്ന് പറയുന്നൊരു സിനിമ. അതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു പോലീസ് നിൽക്കുന്നുണ്ട്, വേറെ 2-3 സ്ത്രീകളും ആണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ആ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു യാഥാർത്ഥ്യതയുള്ള സിനിമയുമായി ബന്ധമുള്ളതാണ്. ഇത് ഇടി, സെക്സ്, ഡാൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത സിനിമയാണ്. ഇതൊന്ന് കാണാം. അപ്പോൾ ഇന്നലെ ഞാൻ എന്നിട്ട് എവിടെയാണ് ആ സിനിമ കളിക്കുന്നത് എന്നറിയാൻ ഒരു പോസ്റ്റർ നോക്കിയാൽ ആ തിയേറ്റർ ഏതാണെന്ന് അറിയാലോ, ആ സമയമൊക്കെ കാണുമല്ലോ എന്ന് കരുതി ഞാൻ മിഷ്യൻ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ പോസ്റ്റർ പതിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. ബുള്ളറ്റ് അവിടെ നിർത്തി. അപ്പോഴേക്കും മഴ ചാറി. കുറച്ചു നേരം ഞാൻ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നതിന് ശേഷം ഞാൻ ആ പോസ്റ്ററിൻ്റെ
പോസ്റ്ററിനടുക്കിലേക്ക് നടന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതിന്മേലൊന്നും കളിക്കുന്ന തിയേറ്ററിൻ്റെ പേരില്ല. എന്നെ ആകെ വിഷമത്തിലാക്കി. ഗൂഗിളിൽ നോക്കിയാൽ എവിടെയാണ് ഈ സിനിമ കളിക്കുന്നതെന്ന് അറിയാൻ കഴിയും. പക്ഷേ എനിക്ക് ഗൂഗിൾ നോക്കാൻ അറിയില്ല. ഇക്കാര്യത്തിൽ എനിക്കറിയില്ല. അതെൻ്റെ ഒരു അജ്ഞതയാണ്. ഗൂഗിൾ നോക്കിയിട്ട് നുണക്കുഴി സിനിമ എവിടെ കളിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്നു. ഞാനത് ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. എനിക്കതിന് കഴിയുകയൊക്കെ ചെയ്യും. ഞാൻ അങ്ങോട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ എൻ്റെ ഫോൺ മലയാളത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറേ സൗകര്യങ്ങളുണ്ട്. ഞാനങ്ങനെ ആ മിഷൻ ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഇതൊക്കെ നോക്കിയപ്പോൾ അവിടെയൊന്നും ഏത് തിയേറ്ററിലാണ് കാണിക്കുന്നതെന്ന് കണ്ടില്ല. പോസ്റ്റർ അവിടെ വലിയ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നടന്നു. മനോരമ ജംഗ്ഷനിലേക്ക് നടന്നു. അവിടെയും ഒരു വലിയ പോസ്റ്റർ ഫ്ലക്സ് വെച്ചിരിക്കുന്നു. ഞാൻ ആകാംക്ഷയോടെ നോക്കി. പക്ഷേ ഏത് തിയേറ്ററിലാണ് കളിക്കുന്നതെന്ന് കണ്ടില്ല. ഞാൻ അപ്പോൾ ദുഃഖിതനായി. ഞാൻ വന്നത് ഒരു സിനിമ കാണാനാണ്. കുറച്ച് വ്യായാമത്തിനായി 2 റൗണ്ട് ഇത് നടക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടുന്ന് 5 കിലോമീറ്റർ ബുള്ളറ്റ് ഓടിച്ച് ചെല്ലുകയാണല്ലോ. അപ്പോൾ വ്യായാമത്തിനായി 2 റൗണ്ടിൽ തൃശ്ശൂർ റൗണ്ട് 2 റൗണ്ട് വയ്ക്കണം. ഈ സിനിമയും കാണണം. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ ഈ ലക്ഷ്യത്തിനായി നടന്നു. പക്ഷേ അതിലും എവിടെയാണ് സിനിമ കളിക്കുന്നതെന്ന് കണ്ടില്ല. അങ്ങനെ ഞാൻ ജയഭാരത് എന്ന് പറയുന്ന ജയഭാരതല്ല, എലൈറ്റിൻ്റെ അടുത്ത്, രാഗത്തിൻ്റെ അടുത്ത് ഭാരത് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ആ വഴിയിൽ കുറേ പോസ്റ്റർ പതിക്കുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പണ്ട്. അവിടെ എങ്ങനെ പോസ്റ്റർ പതിച്ചിട്ടുണ്ടാവും? അവിടെ നമുക്ക് ഏത് സിനിമയാണ് എന്ന്, ഏത് സ്ഥലത്താണ്, ഏത് തിയേറ്ററിലാണ് ഈ സിനിമ കളിക്കുന്നത് എന്ന് പരിശോധിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ആശ വിജയിച്ചില്ല. എൻ്റെ ആഗ്രഹം വിജയിച്ചില്ല. അവിടെയും അത് ഈ പറഞ്ഞ സിനിമ, നുണക്കഥ എന്ന് പറഞ്ഞ സിനിമ പോസ്റ്റർ ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ നിരാശിതനായി. ഇനി എന്തു ചെയ്യും? എനിക്ക് നുണക്കഥ എന്ന സിനിമ കാണണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ എടുത്തു നോക്കി. അവിടെ വെച്ച് എനിക്ക് കണ്ണാടയില്ലാത്തതിനാൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് നോക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ അതിലൊന്നും വന്നില്ല. നുണക്കുഴി എന്ന് അടിച്ചു കൊടുത്തപ്പോഴൊന്നും അതിലൊന്നും വന്നില്ല. ഞാൻ നിരാശയോടെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി, ഒരു ചെറുപ്പക്കാരനോട് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചാലോ? ഞാൻ ചോദിച്ചു, ഒരു ചെറുപ്പക്കാരനോട് വളരെ സൗമ്യമായി ചോദിച്ചു, നുണക്കുഴി എന്ന് പറയുന്ന സിനിമ ഏത് തിയേറ്ററിലാണ് കളിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നുണക്കുഴി സിനിമ ഇറങ്ങിയിട്ടില്ല, ഈ വെള്ളിയാഴ്ചയെ ഇറങ്ങുകയുള്ളൂ. അപ്പോഴാണ് എൻ്റെ തലയിലൊരു ബുദ്ധി ഉദിച്ചത്. എന്തുകൊണ്ടാണ് ഈ ഫ്ലക്സിലൊന്നും കളിക്കുന്ന തിയേറ്ററിൻ്റെ പേരെഴുതാത്തതെന്ന് എൻ്റെ തലയിൽ ബുദ്ധി ഉദിച്ചു. അപ്പോൾ ഇറങ്ങിയിട്ടില്ല. ഇന്ന് ബുധനാഴ്ചയെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആയിട്ടുള്ളൂ, ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ശനിയാഴ്ച വരെ ഞാൻ കാത്തിരുന്നാലേ നുണക്കുഴി എനിക്ക് കാണാൻ കഴിയൂ എന്ന് ഞാൻ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ രാഗത്തിൻ്റെ അവിടെ വന്നു. ദേവാസുരോ അങ്ങനെ എന്തോ ഒരു സിനിമയാണ് അവിടെ കാണിക്കുന്നത്. അത് പഴയ സിനിമയാണ്, മോഹൻലാലിൻ്റെ വളരെ പ്രശസ്തി ആർജിച്ച പഴയൊരു സിനിമ പുതുക്കി കളിക്കുന്നതാണ്. ഞാൻ അവിടെ വന്നു നിന്നു. ഒരാളോട് ഞാൻ ഒരു സാധാരണക്കാരോട് ഞാൻ ചോദിച്ചു, ഈ സിനിമ എങ്ങനെയുണ്ട്? നല്ല സിനിമയാണോ? ഓ, നല്ല സിനിമയാണ് എന്നോട് പറഞ്ഞു. എനിക്കതിൽ തൃപ്തി തോന്നിയില്ല. ഞാൻ സിനിമ കാണാൻതാ എന്ന് തീരുമാനിച്ചു. പിന്നെ ഒരു സിനിമയുടെ കാര്യം, ഏതോ ഒരു സിനിമ നടൻ അഭിനയിക്കുന്ന ഒരു സിനിമ, സ്വപ്നയിലല്ല, എവിടെ ഒരു തിയേറ്ററിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ തിയേറ്ററിലേക്ക് ചെല്ലാനോ അന്വേഷിക്കാനും ഒന്നും നിന്നില്ല. എൻ്റെ മനസ്സ് ചത്തതുപോലെയായി. എന്താ ഇനിയിപ്പോൾ സിനിമ കാണുന്നത് വേണ്ടെന്ന് വയ്ക്കുക. ഞാൻ വിചാരിച്ച സിനിമ നുണക്കുഴിയാണ്, അത് കാണാൻ അത് ഇറങ്ങിയിട്ടില്ല. എന്നാൽ സിനിമ വേണ്ടെന്ന് വയ്ക്കാം എന്ന് കരുതി ഞാൻ റൗണ്ട് ഒരു ചുറ്റാമെന്ന് വിചാരിച്ചു. ഒരു ചുറ്റ് ഞാൻ റൗണ്ട് ചുറ്റിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിന് ഒരിത്തിരി സന്തോഷമൊക്കെ തോന്നി. സിനിമ കാണാത്തതിൻ്റെ വിഷമമൊക്കെ മാറിയതുപോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ഫോണ് 40,000 രൂപ വിലയുള്ള ഫോണാണ്. 40,000 രൂപ വിലയുള്ള ഫോണാണ്, വിവോ കമ്പനിയുടേതാണ്. അത് വെള്ളത്തിൽ വീണിട്ട് അത് ശരിയാക്കിയെടുക്കുക ചെയ്തതാണ്. 10,000 രൂപ ചിലവ് ചെയ്ത് വെള്ളത്തിൽ വീണ് ശരിയാക്കിയെടുത്ത ഫോണാണ്. പക്ഷേ അതിൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി, ഈ ക്യാമറയൊന്ന് പരിഷ്കരിച്ചാലോ എന്ന്.
ക്യാമറ ഒരു പൂർണ്ണമായ അവസ്ഥ, ആ പഴയതുപോലെ ക്യാമറയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാക്കണം. അതിൽ ഫംഗസ് കയറിയിട്ട് ക്ലാരിറ്റി കുറവുണ്ട്, അതൊന്ന് ശരിയാക്കണം. അങ്ങനെ ഞാൻ ഒരു റിപ്പയറിങ് സ്ഥലത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാളുടെ റിപ്പയറിങ് ചെയ്യുന്ന ആളുടെ അരികേക്ക് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ശരിയാക്കാൻ പറ്റില്ല, നിങ്ങൾ കമ്പനിയിൽ തന്നെ പോകണം, അതിൻ്റെ ഡീലറുടെ അരികെ തന്നെ പോകണം, വിവ എന്ന് പറയുന്ന സാക്ഷാൽ ഡീലറുടെ അരികെ തന്നെ, ഡീലർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സ്ഥലത്ത് തന്നെ ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥലം എനിക്കറിയാം, വിവ എവിടെയാണെന്ന്. അത് എനിക്കറിയാം, സ്ഥലം എനിക്കറിയാം. ഇതിൻ്റെ അടുത്താണ്, ഏതിൻ്റെ ഒരു ഗവൺമെൻറ് കോളേജില്ല അവിടെ, ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്താണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടേക്കൊക്കെ നടന്നാണ് ഞാൻ പോയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇയാളെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇനി മൈജി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാപനമാണ്. അവിടെ വലിയൊരു സ്ഥാപനമാണ് മൈജി. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു 50 ആളിങ്ങനെ ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്നത് കാണാം, അവിടുത്തെ ജോലിക്കാർ. അങ്ങനെയുള്ള ഒരു വലിയ AC മൈജി, അതിലേക്ക് ഞാൻ കടന്നു ചെന്നു. റിപ്പയറിങ് സെക്ഷൻ്റെ കസേരയിലിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ റിപ്പയർ ചെയ്യുന്ന ആളെൻ്റെ അരികെ വന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് എൻ്റെ ഈ ക്യാമറയിൽ ക്ലാരിറ്റി പോരെന്നൊരു തോന്നൽ, അങ്ങനെ ക്ലാരിറ്റി കുറവുണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കണം. ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക് ക്യാമറയ്ക്കൊക്കെ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നുന്നു, ഒന്ന് പരിശോധിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് ഫംഗസ് ഉണ്ട്, ആ വെള്ളത്തിൽ കിടന്നതല്ലേ, അതുകൊണ്ട് ഇനി ഇതിന്മേൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, തുടയ്ക്കാനൊന്നും പറ്റില്ല, ഈ ക്യാമറ മാറ്റണം. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഇതിന് എന്തു ചിലവ് വരും? അല്ല, അതിവിടെ ചെയ്യില്ല, അത് നിങ്ങൾ അതിൻ്റെ സാക്ഷാൽ സ്ഥലത്ത് തന്നെ ചെല്ലണം, അതിന് 14,000 രൂപ വരും എന്ന് തോന്നുന്നു എന്നയാൾ ഒഴുക്കം മട്ടിൽ പറയുകയും ചെയ്തു. ഞാൻ തിരിച്ചു പോന്നു. ഞാൻ എന്നിട്ട് ചിന്തിക്കുകയാണ്, ഈ 4,000 രൂപ മുടക്കി ഇപ്പോൾ എൻ്റെ ക്യാമറ ക്ലാരിറ്റി ഉള്ളതാക്കണോ ആക്കണ്ടേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഇന്നലെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് സമയമാവുകയാണ്. എങ്കിലും ഞാൻ കുറച്ച് പറയട്ടെ, നിങ്ങളിൽ താല്പര്യമുള്ളല്ലേ കേൾക്കുന്നുള്ളൂ, ഞാൻ പറഞ്ഞതുകൊണ്ട് കേൾക്കുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ പറയുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ തീരുമാനിച്ചു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, കുറച്ച് പണം അങ്ങോട്ട് പോകട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പണമൊക്കെ ചിന്തിച്ച് നോക്കി. എൻ്റെ കയ്യിൽ 26,000 രൂപ എൻ്റെ ഗൂഗിളിൽ ബാക്കിയുണ്ട്. പിന്നെ എനിക്ക് ഒരു 21,000 രൂപ 19,000 രൂപ വരാനുണ്ട്. 19,000 രൂപ വരാനുണ്ട് ഈ മാസത്തെ വരുമാനമായിട്ട് എനിക്ക് 19,000 രൂപ വരാനുണ്ട്. വാടക കിട്ടിയിട്ടുണ്ട് 8,500, പക്ഷേ 19,000 കൂടി വരാനുണ്ട്. ഇപ്പോൾ 26,000 രൂപയും കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ മാസത്തെ കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊന്ന് നേരെയാക്കാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ ഒരു യാത്ര പോയി, ഒരു സ്ഥലത്തേക്ക്, അത്രേ പറയുന്നുള്ളൂ, ആരുടെ വീട്ടിലേക്കാണെന്ന് പറയുന്നില്ല. ഒരു വീട്ടിലേക്ക് ഞാൻ യാത്ര പോയി, അത്രയും ഞാൻ പറയുകയാണ്. ആ യാത്രയൊക്കെ പോയി അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോൾ ഒരു 4 മണി കഴിഞ്ഞിരുന്നു, 4:30 ആയിരുന്നു. 11 മണിക്ക് ആ വീട്ടിലെത്തിയതാണ്. 4:30 വരെ ആ വീട്ടിൽ ഞാൻ ചെലവഴിച്ചു. അങ്ങനെ ഞാൻ ഈ വിവോ എന്ന് പറയുന്ന കമ്പനിയിലെത്തി. അവിടെ വലിയ സെറ്റപ്പൊക്കെ ഉള്ള സ്ഥലമാണ്, വിശാലമായ ഒരു ഷോറൂമിലേക്ക് എത്തി. ഷോറൂം എന്നാ പറയുക, എന്താ പറയുക, അതിൻ്റെ ഡീലർ എന്ന് പറഞ്ഞാൽ ഡീലറല്ല, ഷോറൂം, അതിൻ്റെ യഥാർത്ഥ കമ്പനി ആസ്ഥാനം. ആ കമ്പനി ആസ്ഥാനത്ത് ഞാൻ ചെന്നു. കുറച്ച് നേരം കാത്തിരുന്നു. അവരെന്നെ പേര് വിളിച്ചു. അവിടെ അങ്ങനെയാണ്, ചെന്ന വഴിക്ക് നമ്മളെ പറ്റില്ല, മുന്നു വന്നവർ അവിടെ പേര് എഴുതി വയ്ക്കും. എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അവിടെ ഇരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, ഇതിന് അവിടെ വേറൊരാളെ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, അവിടെ റിപ്പയർ ചെയ്യുന്ന ആളെ കാണിച്ചു എൻ്റെ ഫോണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് മാറ്റുക തന്നെ പറ്റുകയുള്ളൂ, ക്യാമറകൾ 3 മാറ്റണം. 1 അല്ല 3 ക്യാമറയുണ്ട് അത്ര എൻ്റെ ഫോണിന്, എല്ലാവരുടെ ഫോണിന് അതുണ്ടാകുമായിരിക്കാം. അങ്ങനെ 3 ക്യാമറയും മാറ്റണം എന്ന് പറഞ്ഞു. അയ്യമ്മേ, പുലിവാലായല്ലോ, 4,000 രൂപ വേണ്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച കേസ് 3 ക്യാമറയും മാറ്റണമെങ്കിൽ വലിയ കാശ് വരും. ഞാൻ എളിമയോട് ചോദിച്ചു, എത്ര രൂപയാകും? ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതിന് 8,000-ഓളം രൂപ വരും. അപ്പം ഞാൻ കരുതി, എൻ്റെ ഫോൺ ഒരു പൂർണ്ണത പ്രാപിക്കട്ടെ, പുതിയ ഫോണിനെ പോലെ ആകട്ടെ, എനിക്ക് വീഡിയോ പിടിക്കേണ്ടതൊക്കെ ആവശ്യമാണ്, എല്ലാ ദിവസവും ലൈവ് എടുക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിലുള്ളൊരു ക്യാമറ ആയിക്കോട്ടെ എൻ്റെ ഫോണിൻ്റെ. 40,000 രൂപ വിലയുള്ള ഫോണാണല്ലോ, അതിന് 8,000 രൂപ കൂടി മുടക്കിയാൽ എന്താ എന്ന് തോന്നി.
അപ്പോൾ അവർ പറഞ്ഞു, എപ്പോഴിത് കേടുവരുമെന്നൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം. അപ്പം ഞാൻ ചോദിച്ചു, എന്തോരം മാറ്റം വരും ഇത് മാറിയാൽ? 8000 രൂപ ഞാൻ മുടക്കിയാൽ എൻ്റെ ക്യാമറയൊക്കെ എത്ര നല്ലതാകും? അല്ല, അത് പഴയമാതിരി ആകും, അത് തന്നെ പഴയമാതിരി ആകും, അത് മേടിക്കുമ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെയാകും എന്നവർ അഭിപ്രായപ്പെട്ടു. എൻ്റെ മനസ്സിലാകെ ഒരു ഇളക്കം കിടന്നു. എന്തു ചെയ്യണം? 8000 രൂപ കൊടുത്തത് മാറ്റണോ വേണ്ടേ? ഇതൊരു അനാവശ്യ ചിലവാകുമോ? ഞാനിങ്ങനെ പലതും ചിന്തിച്ചു. അവിടെ ഇരുന്ന് പറഞ്ഞു, സാരമില്ല, എനിക്ക് അതൊന്ന് മാറ്റി തരണം. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ സ്റ്റോക്കില്ല, 3 ദിവസത്തിനുള്ളിൽ വരും. എൻ്റെ പേരും അഡ്രസ്സൊക്കെ എഴുതിയെടുത്തു, ഫോൺ നമ്പർ എഴുതിയെടുത്തു. പക്ഷേ പുറത്ത് കിടന്നപ്പോൾ ഞാനാകെ അസ്വസ്ഥനായി. 8000 രൂപ കൊടുത്തിട്ട് ഇപ്പോൾ ഈ ക്യാമറയെ നന്നാക്കണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? വീണ്ടും വീണ്ടും ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ബുള്ളറ്റ് ഓടിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ ചിന്തയായിരുന്നു. 8000 രൂപ, അയ്യോ, അത് വലിയൊരു സംഖ്യയാണ്. എൻ്റെ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി, ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ 3 ക്യാമറയുടെയും ക്ലാരിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ഫംഗസ് മാറ്റുന്നതിന് 8000 രൂപ മുടക്കണമോ? വീട്ടിലേക്ക് ഞാൻ തിരിച്ചെത്തി. എനിക്ക് മനസ്സിലിങ്ങനെ ആകൊരു വിഷമം. അവർക്കാണെങ്കിൽ ഓർഡർ കൊടുക്കുകയും ചെയ്തു, അവരിനി അത് വാങ്ങിച്ചു വയ്ക്കുകയും ചെയ്യും. ഞാൻ എന്തു ചെയ്യും? അവർക്കും ബുദ്ധിമുട്ടാവും. ഇനി ഞാൻ അവർ 3 ദിവസം കഴിയുമ്പോൾ വിളിക്കും. ആകെ വിഷമത്തിലായി. ഞാൻ തീരുമാനമെടുക്കാതെ ആലോചനയിലായി. എന്തു ചെയ്യണം ഈ 8000 രൂപയുടെ കാര്യം എന്നായി. പിന്നെ ഞാൻ ചിന്തിച്ചു, അത്ര വരെയും നമുക്ക് ചിന്തിക്കാം. അവരെ തിരിച്ചു വിളിച്ചത് ക്യാൻസലാക്കിയാലോ? അതല്ലേ സത്യസന്ധമായ കാര്യം എന്ന് തീരുമാനിച്ചു തോന്നി. പക്ഷേ എനിക്ക് അവരൊരു കടലാസും തന്നിട്ടില്ല, ഒരു റെസിപ്റ്റും തന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. എനിക്കത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. ഞാൻ വിഷമത്തിലായി. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയേറെ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ തമാശ പോലെ, അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്തതെന്ന പോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സത്യസന്ധനാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പൂർണ്ണ സമയം സത്യസന്ധനാവുക. ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത് നമ്മൾ സന്തോഷത്തിനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് നമ്മൾ ശ്രമിക്കേണ്ടത് ദുഃഖമില്ലാതിരിക്കാനാണ്. അതാണ് ഇന്ന് ഞാൻ നൽകുന്ന സന്ദേശം. ഇന്ന് ഞാനിപ്പോൾ അരമണിക്കൂർ ഈ ലൈവ് എടുത്തു. ഈ ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു ആവശ്യമില്ലാത്തതല്ല. ഈ മനുഷ്യൻ എന്താണ് ഇങ്ങനെ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിവ് നൽകുന്നതായിക്കൊള്ളണമെന്നില്ല. ഇന്ന് ഒരുപാട് അറിവുകൾ നൽകണമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് അറിവുകളൊന്നും നൽകാൻ സമയം കിട്ടിയില്ല. ഞാൻ എൻ്റെ മനസ്സിലൂടെ എന്നെക്കുറിച്ച്, എൻ്റെ ഒരു ദിവസത്തെ യാത്രയെക്കുറിച്ച് യാത്രാവിവരണമാണ് നടത്തിയത്. അത് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിലല്ലേ നിങ്ങളത് കേൾക്കുകയുള്ളൂ, നിങ്ങളുടെ നെറ്റ് കളയുകയുള്ളൂ, നിങ്ങളുടെ സമയം കളയുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ അരമണിക്കൂർ നിങ്ങളോട് സംസാരിച്ചു. ഈ അരമണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു വിജ്ഞാനമോ ഒരു അറിവോ ഒരു വിവരമോ കിട്ടിയില്ലെന്ന് വരാം, മനസ്സിലാക്കുക. അപ്പോൾ എന്നിരുന്നാലും ഇതിൽ ചില വിവരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോവലൊക്കെ വായിച്ചിട്ട് എത്ര സമയമാണ് കളയുന്നത്? ഒരു നോവൽ മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന അറിവെന്താണ്? വിജ്ഞാനം എന്താണ്? വിവരം എന്താണ്? ചിലപ്പോഴത് കുറച്ച് വിവരമേ കിട്ടുള്ളൂ. അതൊരു സമയം പോക്കാണല്ലേ. നിങ്ങൾ ഇത്ര നേരം എൻ്റെ കാര്യങ്ങൾ സമയം പോക്കെന്ന പോലെ കണ്ടിരുന്നാൽ മതി. അപ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറയുകയാണ്. ഇന്ന് ഞാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നാണ്. ഏറ്റവും വലിയ സന്ദേശം മനസ്സിലാക്കുക. മനസ്സ് സന്തോഷമായിരിക്കുക എന്നത് ഏവരുടെയും ലക്ഷ്യമാണ്. പക്ഷേ ഒരു ദിവസം മുഴുവൻ എല്ലാ കാലത്തും മനസ്സ് സന്തോഷമായിരിക്കുക, അങ്ങനെ സന്തോഷം മാത്രമായിരിക്കുക എന്നത് അസംഭവ്യമാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു തിരുത്ത് നൽകി, സന്തോഷമാവുക എന്നല്ല, മറിച്ച് ആവശ്യമുള്ള കാര്യം ദുഃഖമില്ലാതിരിക്കുക. ഈ ദുഃഖമില്ലാതിരിക്കുക എന്നതിന് ഞാൻ സമാധാനം എന്നൊരർത്ഥം കൊടുക്കുന്നില്ല കേട്ടോ. മതവാദികൾ പറയുന്നത് പോലെ, പുരോഹിതർ പറയുന്നത് പോലെ സമാധാനം 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 എന്ന് ഞാൻ ഉരുവിടാൻ തയ്യാറില്ല. ദുഃഖമില്ലാതിരിക്കുന്നതിന് 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനാദ്യം പറഞ്ഞ കാര്യം മതത്തെ ഉപേക്ഷിക്കുക, ആചാരത്തെ ഉപേക്ഷിക്കുക. ആദ്യം പറഞ്ഞു മതത്തെ ഉപേക്ഷിക്കുക, ആചാരത്തെ ഉപേക്ഷിക്കുക,
മൂന്നാമത് പറഞ്ഞു സമൂഹത്തെ അവഗണിക്കുക. നാലാമത് പറഞ്ഞു നിയമം അനുസരിക്കുക. ഇന്നലെ പറഞ്ഞ കാതലായ ആശയം ഇത്രയുമാണ്. ഇന്നും ഞാൻ ആ ആശയത്തെ ഉറപ്പിച്ചു നിർത്തുന്നു, ദൃഢപ്പെടുത്തി നിർത്തുന്നു. അതുതന്നെ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഒരു തിരുത്തു വരുത്തുകയാണ്. സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഈ 4 കാര്യങ്ങൾ 4 മാർഗങ്ങൾ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഞാൻ അതിലൊരു ചെറിയ തിരുത്തു വരുത്തുന്നു. സന്തോഷമുണ്ടാകാനല്ല, ദുഃഖമുണ്ടാകാതിരിക്കാൻ ഈ 4 കാര്യങ്ങൾ പാലിക്കുക. ഇത് സമൂഹത്തിന് ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം 99% മനുഷ്യരും ദൈവവിശ്വാസികളാണ്. 99% മനുഷ്യരും ദൈവവിശ്വാസികളാണ്. ഞാൻ പറയുന്നത് ദൈവത്തെ ഉപേക്ഷിക്കുക എന്നാണ്. നിങ്ങൾക്കത് കഴിയില്ല, എനിക്കത് കഴിയുന്നു. പിന്നെ പറയുന്നത് ആചാരങ്ങളെ ഉപേക്ഷിക്കുക എന്നാണ്. നിങ്ങൾക്കത് കഴിയില്ല. പിന്നെ പറയുന്നു സമൂഹത്തെ അവഗണിക്കുക എന്നാണ്. പിന്നെ പറയുന്നു നിയമത്തെ അനുസരിക്കുക എന്നാണ്. അത് വേണമെങ്കിൽ ശരിയാണെന്ന് നിങ്ങൾ പറയും. നിയമത്തെ അനുസരിക്കുന്നത് നല്ലതാണെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയും. അത്രയേ ഉള്ളൂ, മനസ്സിലാക്കുക. അപ്പം ഞാൻ എൻ്റെ ആശയങ്ങൾ എൻ്റേതാണ്, എൻ്റെ ഉള്ളിലാണിത് പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ പറയുന്നു. ഇന്ന് ഇത്ര നേരം പറഞ്ഞു. ഇന്നലെ ഞാൻ ചെലവഴിച്ചത് ഈ സിനിമ കാണാൻ പോയ കഥകളൊക്കെ പറഞ്ഞു. 3 സിനിമ കണ്ട കാര്യം പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ഇന്നും ഒരു സിനിമയ്ക്ക് പോകും. ഞാൻ തൃശ്ശൂർ കളിക്കുന്ന എനിക്ക് പറ്റിയ സിനിമ ഉണ്ടോ എന്ന് നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഞാൻ സിനിമയ്ക്ക് പോകും. അതായത് ഒരു ദിവസം മുഴുവൻ ദുഃഖമില്ലാതിരിക്കാൻ എന്തു മാർഗവും സ്വീകരിക്കാം. എൻ്റെ സിദ്ധാന്തം അതാണ്. ഒരു സിനിമയ്ക്ക് പോകുന്നതാണ് ദുഃഖമില്ലാതിരിക്കാൻ നല്ലതെന്ന് തോന്നുമെങ്കിൽ നമ്മൾ സിനിമയ്ക്ക് പോകണം. അല്ല, സന്തോഷമുണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. എന്നാൽ തീർച്ചയായും ആ കാര്യം ചെയ്തിരിക്കണം. മറ്റൊരാൾ ഉപദ്രവിക്കാത്ത ഏത് കാര്യത്തിലും നമ്മൾ ഏർപ്പെടണം സന്തോഷമുണ്ടാകാൻ വേണ്ടി. സിനിമയ്ക്ക് പോകുന്നതാണ് സന്തോഷമെങ്കിൽ സിനിമ കാണണം. സെക്സ് ചെയ്യുന്നതാണ് സന്തോഷമെങ്കിൽ സെക്സ് ചെയ്യണം. മനസ്സിലായോ? അതാണ് ഒരു മനുഷ്യൻ്റെ ഞാൻ കാണുന്ന ശരി. അതാണ്. എന്ത് കാര്യമായാലും നമുക്ക് സന്തോഷം വേണം. പക്ഷേ സന്തോഷം എപ്പോഴും നമുക്ക് ലഭിക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ദുഃഖമില്ലാതിരുന്നാൽ മതി. ദുഃഖമില്ലാതിരിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. ഇതാ ഞാൻ എൻ്റെ വിചാരിച്ച സമയത്തിലേക്ക് ഞാൻ എത്തി. ഇന്ന് എൻ്റെ ലൈവിൽ ഒരു പട്ടി കുഞ്ഞു പോലും വന്നില്ല. ആരും വന്നില്ല. ഈ എത്തി നോക്കുന്നത് ഇവൻ എന്ത് വിവരക്കേടാണ് പറയുന്നത് എന്നറിയാനാണ് ആളുകൾ എത്തി നോക്കുന്നത്. എൻ്റെ സത്സംഗം കേട്ട് ആളുകളൊക്കെ പ്രബുദ്ധരാകുമെന്ന് കരുതാനല്ല എത്തി നോക്കുന്നത്. വല്ല സെക്സ് പറയുന്നുണ്ടോ, വല്ല കൊള്ളരായ്മ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ രസം നൽകുന്ന എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഓരോരുത്തരും എൻ്റെ ലൈവിലേക്ക് എത്തി നോക്കിയത്. ഇന്നിതാ ഒരു പട്ടിക്കാളി പോലും എൻ്റെ ലൈവിലേക്ക് എത്തി നോക്കിയിട്ടുമില്ല. ഇനിയുള്ള സമയത്ത്, ഇന്നത്തെ ദിവസത്തിൽ ഇനിയുള്ള സമയത്ത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കാണാം. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് 500-ലധികം പേര് വ്യൂസ് ഉണ്ടായതായിട്ടാണ് അതിലെഴുതി കാണിച്ചത്. 500 പേര് ഇത് കണ്ടു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്തായാലും 500 പേര് അത് എത്തി നോക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും ലൈവ് ഇടും. ഞാൻ ഇതിൽ ലൈവ് ഇടുന്നതിന് 100 വ്യൂസ് ഉണ്ടാകുന്നത് വരെ, ഏറ്റവും കുറവ് 100 വ്യൂസ് ഉണ്ടാകുന്നത് വരെ ഞാൻ ഈ ലൈവ് ഇട്ടുകൊണ്ടിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ പണ്ടൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു. 7 ആളില്ലെങ്കിൽ സിനിമ കാണിക്കില്ല, അവർ ഷോ മുടക്കും. അങ്ങനെയാണ്. അതുപോലെ ഞാൻ കരുതുകയാണ് എൻ്റെ വ്യൂസ് കാഴ്ചക്കാർ അല്ലെങ്കിൽ കേൾവിക്കാർ 100 പേരുണ്ടാകാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഞാനിത് നിർത്തും. എൻ്റെ ലൈവിൽ ആരും വരണമെന്നില്ല, ഞാനിത് തുടരും. എൻ്റെ ലൈവിൽ ആരും വരണമെന്നില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് 7 മണിക്ക് ഞാൻ ലൈവിൽ വരുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് വരികയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ആരും അത് കാണാൻ വന്നിട്ടില്ല. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കൂട്ടുകാർ, എനിക്ക് കൂട്ടുകാരൊന്നുമില്ല, ആരും വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ ലൈവ് വ്യൂസ് ഇതിൽ എഴുതി കാണിക്കുന്ന, ഫേസ്ബുക്കിലെ ലൈവിൽ എഴുതി കാണിക്കുന്ന വ്യൂസ് 100 പേരാകുന്നത് വരെ ഞാനിത് തുടരും. ഇനി എനിക്ക് 500, ഇന്നലെ എനിക്ക് 500 ചില്ലാൻ പേര്, 600-ന് താഴെ പേര് എനിക്ക് വ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ സന്തോഷവാനാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ചിരുന്നൊരു കാര്യം എന്താണ്,
ഒരു ഒരു പല്ല് തേക്കുന്ന പേസ്റ്റിൻ്റെ പരസ്യത്തെ പറ്റിയാണ്. അഡനോരാന്ന എന്താ അങ്ങനെ എന്തോ ഒരു പേരാണ്, അഡനോരാന്ന എന്തോ ഒരു പേരുള്ളൊരു പരസ്യം. നിങ്ങളൊക്കെ അത് ഫേസ്ബുക്കിൽ ധാരാളം കണ്ടിട്ടുണ്ടാകും. ഒരു പേസ്റ്റിൻ്റെ പരസ്യം, ഒരുപാട് ഗുണമേന്മകളുള്ളതെന്ന് പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ കൊടുക്കുന്നൊരു പേസ്റ്റ്. ആ പേസ്റ്റിൻ്റെ വില 300 രൂപയാണ്. എത്ര ഗ്രാമാണെന്ന് എനിക്കറിയില്ല, 90 ഗ്രാമോ 40 ഗ്രാമോ എത്രയാണെന്ന് അറിയില്ല. അത് ഓൺലൈനിലാണ് കിട്ടുക. അതിൻ്റെ പരസ്യം കൊടുത്ത ആളുകൾ 300 രൂപയ്ക്ക് പേസ്റ്റ് ഉപയോഗിക്കുന്നു. 300 രൂപ മുടക്കിയാണ് ആളുകൾ ആ പേസ്റ്റ് മേടിക്കുന്നത് ഓൺലൈൻ വഴി. ഈ പരസ്യം കണ്ടിട്ട് ആളുകളുടെ വിചാരം ആ പേസ്റ്റ് അങ്ങോട്ട് ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും, പല്ലുവേദന പോലും പോകും, പല്ലിൻ്റെ കേട് പോകും, മോണയുടെ കേട് പോകും, അങ്ങനെ സർവ്വ രോഗ നിവാരണിയാണ് ആ പേസ്റ്റ് എന്നാണ്. എന്താ അറഡോണയ എന്നിട്ടാണ് ഒരു പേര്, നിങ്ങളൊക്കെ ആ പേര് കേട്ടിട്ടുണ്ടാകും. 300 രൂപ. ഇനി സെൻസഡൈൻ എന്ന് പറയുന്ന ഒരു പേസ്റ്റുണ്ട്. അവരും പരസ്യം കൊടുക്കുന്നത് നിങ്ങളുടെ പല്ലുവേദന മാറും, നിങ്ങളുടെ സർവ്വ രോഗങ്ങൾ മാറും എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ എൻ്റെ നിഗമനത്തിൽ, അഭിപ്രായത്തിൽ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ സത്യം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇതൊക്കെ തട്ടിപ്പാണ്. ഈ പേസ്റ്റുകളൊക്കെ വലിയ വിലയാണ്. ഞാൻ ഉപയോഗിക്കുന്നത് KP നമ്പൂതിരീസിൻ്റെ ഒരു പേസ്റ്റാണ്. അതിനൊരു 30 രൂപയാണ് വിലയെന്ന് തോന്നുന്നു, 90 ഗ്രാമിന് എനിക്ക് തോന്നുന്നു. ഞാൻ വില നോക്കിയിട്ട് കണ്ടില്ല. അത്രയും വില കുറഞ്ഞൊരു പേസ്റ്റ് അല്പം എടുത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കൊരു പേസ്റ്റ് ഒരു 3 മാസമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. ഞാൻ 30 രൂപ എൻ്റെ പേസ്റ്റിന് വേണ്ടി ചിലവാക്കുന്നു. അത് 3 മാസമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ അറഡോണയോ അല്ലെങ്കിൽ സെൻസിഡൈനോ അങ്ങനെയുള്ള വില കൂടിയ പേസ്റ്റുകൾ മേടിച്ച് നമ്മുടെ വായയിൽ അതിന് നല്ല സുഗന്ധം ഉണ്ടാകും, വായനാറ്റം മാറും, മോണരോഗം മാറും, പല്ലുവേദന മാറും, പുളിപ്പ് മാറും, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പല്ല് ശുദ്ധിയാകും, അല്ലെങ്കിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞതാകും നമ്മുടെ വായ എന്നൊക്കെ, പല്ല് മോണ എന്നൊക്കെ പരസ്യം പറയുന്നു. ഇതൊക്കെ പച്ച നുണയാണ്. നമ്മൾ പരസ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിൽ അകപ്പെട്ടു പോവുകയാണ്. ഞാനിപ്പോൾ ഒരു പരസ്യം കണ്ടു. പുളിമൂട്ടിൽ എന്ന് പറയുന്നത് 100ാമത്തെ വർഷമാണത്രേ. പുളിമൂട്ടിൽ എന്ന് പറയുന്ന തുണിക്കട 100ാമത്തെ വർഷമാണ്. ശരിയായിരിക്കാം, അത് 100ാമത്തെ വർഷമായിരിക്കാം. നമുക്കതുകൊണ്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ട്? 100 അല്ല, 1000 വർഷം പഴക്കമുള്ളതാണ് പുളിമൂട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ വില കുറവിന് തുണി കിട്ടുമോ, നല്ല തുണി കിട്ടുമോ എന്ന് മാത്രമല്ലേ നമുക്ക് നോക്കേണ്ടതുള്ളൂ. അപ്പോൾ പരസ്യങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. എന്തെല്ലാം പരസ്യങ്ങളാണ് കാണുന്നത് അല്ലേ? പരസ്യങ്ങളെല്ലാം ചതിയാണ്, വഞ്ചനയാണ്, അല്ലെങ്കിൽ നുണയാണ്. ഇതാണ് എൻ്റെ പരസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു വിജ്ഞാനം നിങ്ങൾക്ക് തരികയാണ്. പരസ്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കുക. എൻ്റെ ഒരു അപേക്ഷയാണ്, പരസ്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കുക. ഒന്നാമത്തേതിൽ പിന്നെ ഞാൻ കാണുന്നൊരു പരസ്യം തലയുടെ ഡൈ ആണ്. ഒരു ഡൈക്ക് 900 രൂപ. അങ്ങനത്തെ ഒരു ഡൈ ഞാൻ ഉപയോഗിച്ചു. നോക്കിയപ്പോൾ തലയിൽ ഒരു വ്യത്യാസവും വന്നില്ല. ഒരു മുടിയഴ പോലും കറുക്കാൻ അത് സഹായിച്ചില്ല. എൻ്റെ 600 രൂപ പോയി. എനിക്ക് വലിയ സങ്കടം തോന്നി. എൻ്റെ 600 രൂപ പോയി. അതുമാതിരിയുള്ള 1000 പരസ്യങ്ങൾ തലമുടി കറുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ പരസ്യങ്ങളിൽ കാണുന്നുണ്ട്, ഈ വീഡിയോകളിൽ കാണുന്നുണ്ട്, ഈ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്. എൻ്റെ 600 രൂപ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരസ്യങ്ങൾ മുടി കറക്കുന്നതിന് ഞാനിപ്പോൾ ഗാർണിയർ എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. അതേ വിജയിച്ചിട്ടുള്ളൂ, മറ്റുള്ളതൊന്നും നോക്കിയിട്ട് വിജയിച്ചിട്ടില്ല. എൻ്റെ തല മുഴുവൻ നരച്ചതാണ്, എൻ്റെ മീശ മുഴുവൻ നരച്ചതാണ്. ഞാൻ ഗാർണിയർ ഉപയോഗിച്ചാണ് അതിനെ പരിഹരിക്കുന്നത്. അതിനത്ര വലിയ വിലയൊന്നുമില്ല. സാധാരണ ആളുകളൊക്കെ 15 രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിയാണ് ഇത് നിർവഹിക്കുന്നത്. അതിനേക്കാളും ചിലവ് വരും ഗാർണിയർ കേട്ടോ. ഗാർണിയർ കുറച്ചുകൂടി ചിലവുള്ളതാണ്. 15 രൂപ പോരാ. ഈ ആളുകൾ എന്താ ചെയ്യുന്നത്? തലമുടി വെട്ടുന്ന സമയത്ത് ഈ 15 രൂപയുടെ ഡൈ മേടിച്ച് കുളിക്കുന്നു, അങ്ങനെ അത് പരിഹരിക്കുന്നു. പിന്നെ ആദ്യം നരയ്ക്കുന്നു, നരയൊക്കെ വന്ന് കുറച്ച് നര വന്നൊക്കെ വന്ന് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും തലമുടി വെട്ടുന്ന സമയത്ത് ഡൈ ചെയ്യുന്നു. അങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങനെയല്ല. രോമം എൻ്റെ തലമുടി എവിടെയൊക്കെ കറക്കുന്നതെന്ന് നോക്കി അപ്പാപ്പോ ഞാൻ ഡൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്തിന് സുന്ദരനല്ലാതെ നടക്കണം?
എനിക്ക് 61 വയസ്സായി എന്ന് കരുതിയിട്ട് ഞാൻ തലമുടിയൊക്കെ ഇങ്ങനെ നരച്ച് താടിയൊക്കെ വളർത്തി നരച്ച് ഒരു ഭ്രാന്തനെ പോലെ നടക്കണോ? ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി. ഞാൻ ഈ ലൈവ് ആരംഭിക്കുന്നതിന് മുൻപ് ഞാൻ എടുത്ത കുറേ വീഡിയോകളുണ്ട്, ഷോർട്ട് വീഡിയോകളും മറ്റുമൊക്കെ. അതിലങ്ങനെയായിരുന്നു. താടിയൊക്കെ ഇങ്ങനെ നരച്ച താടി, വികലമായ താടി, നരച്ച മുടി, അങ്ങനെ ഒരു ഷർട്ട് ഇടാതെ ഞാനിങ്ങനെ ലൈവ് എടുത്താൽ നോക്കി, ഒരു സന്യാസിയെ പോലെ. പിന്നെ എനിക്ക് തോന്നി അതൊരു മണ്ടത്തരാണ്, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ സൗന്ദര്യം എന്തിനാണ് ഞാൻ ഇല്ലാതാക്കുന്നത്? മനസ്സിലായോ? അപ്പോൾ ഇന്ന് നൽകുന്നൊരു സന്ദേശം എന്ന് പറയുന്നത്, മനുഷ്യൻ 2 സന്ദേശങ്ങളാണ് ഞാൻ നൽകുന്നത്. പരസ്യങ്ങളിൽ അകപ്പെട്ടു പോകരുത്. ഡൈ ചെയ്യുന്നതിൻ്റെ പരസ്യമായാലും പേസ്റ്റിൻ്റെ പരസ്യമായാലും അതെൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളത് പരിശ്രമിച്ച് നോക്കുക. എല്ലാം ഇതാണ്, എല്ലാം തരികടയാണ്. എല്ലാവരും എങ്ങനെ വഞ്ചിക്കാം, എങ്ങനെ പറ്റിക്കാം, എൻ്റെ പോക്കറ്റിൽ എങ്ങനെ പണം വരുത്താം, ഇത് മാത്രമാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. സത്യവുമില്ല, സത്യസന്ധതയുമില്ല. ഇപ്പോൾ ഞാൻ ഇനി തുറന്നു പറയുന്നൊരു കാര്യം, ഞാനൊരു ഭിക്ഷക്കാരന് 500 രൂപ കൊടുത്തു. സത്യത്തിൽ എനിക്ക് ആ ഭിക്ഷക്കാരനോട് വല്ല സ്നേഹമുണ്ടോ? ഒരു സ്നേഹവുമില്ല. എനിക്ക് അദ്ദേഹത്തോട് പുച്ഛമുണ്ടോ? ഒരു പുച്ഛവുമില്ല. പിന്നെ എന്തിനാ ഞാൻ 500 രൂപ കൊടുത്ത് അയാളുടെ കാലൊക്കെ അഴിച്ചു കെട്ടി ശുശ്രൂഷിക്കാൻ ശ്രമിച്ചു, ശുശ്രൂഷിച്ച് കൊടുത്തു? എന്തിനാ ചെയ്തേ? ഞാനത് വീഡിയോയിലിടും. എത്ര മണ്ടന്മാർ ഈ വീഡിയോ നോക്കിയിട്ട് നെൽസൺ ബോധിനി നല്ല മനുഷ്യനാട്ടാ എന്ന് എത്ര മണ്ടന്മാർ പറയുമെന്നറിയാനാണ് ഞാനത് ചെയ്തത്. ഇത് തന്നെയാണ് യൂസഫ് അലിയും ചെയ്യുന്നത്, ഇത് തന്നെയാണ് ചെമ്മണ്ണൂരും ചെയ്യുന്നത്. മനസ്സിലാക്കുക. എല്ലാ കോടീശ്വരന്മാരും എല്ലാ പ്രശസ്തരും ഇതുതന്നെയാണ് ചെയ്തത്. എന്തിനാണ് വയനാട്ടിൽ കുറേ മനുഷ്യർ 5 ലക്ഷവും 10 ലക്ഷവും കൊടുത്ത്? ജനങ്ങളിൽ നിന്ന് കല്ലെറിയാതിരിക്കാനാണ്. അവർക്ക് അവിടെ ചത്തുപോയവരോട് ഒരു വിഷമവും ഇല്ല, സങ്കടവും ഇല്ല, ദുഃഖവും ഇല്ല. ഇത് ആർക്കാണ് വിഷമവും സങ്കടവും ദുഃഖവും നോക്കിയിരിക്കുന്നത്? ഈ TV നോക്കിയിരിക്കുന്നത്, ലൈവ് നോക്കിയിരിക്കുന്നത് പാവപ്പെട്ട മനുഷ്യനാണ്, ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ബുദ്ധി കൂടുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ബുദ്ധി കൂടണം, നിങ്ങൾക്കും ബുദ്ധി കൂടണം. നിങ്ങൾ ബുദ്ധി കൂടുന്നതിന് ഞാൻ എൻ്റെ ലൈവ് നിങ്ങൾക്ക് സഹായകമാകുന്നുവെങ്കിൽ നിങ്ങൾ കേൾക്കണം, കാണണം. ഞാനിപ്പോൾ അത്രയൊന്നും വളർന്നിട്ടില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ എന്നെ ശ്രദ്ധിക്കണമെന്ന് ഒരു മനുഷ്യന് തോന്നുന്നുവെങ്കിൽ, ഈ ലൈവ് കണ്ടതിൽ ഒരു മനുഷ്യന് തോന്നുന്നുവെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ഒന്ന് കയറി നോക്കണം. ബോധിമാർഗം എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ, സെർച്ച് ചെയ്താൽ എന്നെ കാണാം. ബോധിമാർഗം, അതിൽ വരണം. എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾക്കറിയാമല്ലോ, ബോധിനി ചെങ്ങാലൂർ എന്നാണ്. ബോധിനി ചെങ്ങാലൂർ എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ ഫേസ്ബുക്ക് കാണാം. നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ ഫ്രണ്ട് ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയയ്ക്കുക, ഞാൻ നിങ്ങളെ ഫ്രണ്ടാക്കും. എനിക്കൊരു ഗമിയുമില്ല, ഒരു പത്രാസുമില്ല. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനൊന്നും ഞാൻ കുട്ടിയെ കൂടില്ല. എനിക്കതിന് പറ്റില്ല. നിങ്ങളെ ഒരു നിലയ്ക്കും ഞാൻ സഹായിക്കില്ല. ഉള്ള കാര്യം പറയാം. എൻ്റെ ലക്ഷ്യം ആശയപ്രചരണമാണ്. എൻ്റെ ഉള്ളിലുള്ള പോലെ തീപ്പൊരികളുണ്ട്, അത് പറയാനാണ് ഞാൻ ലൈവിൽ വരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഒരു പൈസ കൊണ്ടും സഹായിക്കില്ല, നിങ്ങളെ ഞാൻ ഒരു ദേഹം കൊണ്ടും സഹായിക്കില്ല. പക്ഷേ നിങ്ങളെ ഒരു സഹായം എനിക്ക് വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനത് ചെയ്തു തരും. എനിക്ക് സമയമുണ്ട്, മനസ്സിലായോ? പക്ഷേ അങ്ങനെ വെറുതെ അങ്ങോട്ട് സഹായം ചെയ്തു തരില്ല. എനിക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുന്നതാണെങ്കിൽ ഞാൻ സഹായം ചെയ്തു തരും. ഞാൻ നിങ്ങളുടെ അരികെ വരും. നിങ്ങൾക്ക് ഇനി എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളിൽ ആരെങ്കിലും ഞാനുമായിരുന്നു സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ, ആർക്കെങ്കിലും എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബുള്ളറ്റിൽ നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളുമായി സംസാരിക്കും. എനിക്കത് സന്തോഷമുള്ള കാര്യമാണ്. ആരെയും സുഹൃത്താക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവനൊരു ഭിക്ഷക്കാരനായിക്കോട്ടെ, ധനികനായിക്കോട്ടെ, ദരിദ്രനായിക്കോട്ടെ, സർക്കാർ ജീവനക്കാരനായിക്കോട്ടെ, ഏത് തലത്തിൽ നിൽക്കുന്ന ഏത് മനുഷ്യനുമായും എനിക്ക് ചങ്ങാത്തമുണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്, എൻ്റെ ലൈവിൽ ഇപ്പോൾ ആരുമില്ല. ആരെങ്കിലും ഈ ലൈവ് കണ്ടിട്ട്, പൂർണ്ണമായി കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ ഭാഗം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും സ്നേഹം എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അങ്ങനൊരു വാക്കുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് ആരോടും എനിക്ക് പുച്ഛമില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നിയാൽ സഹായിക്കാനൊക്കെ കഴിയും. ഞാനൊരു ധനികൻ തന്നെയാണ്. വേണമെന്ന് തോന്നിയാൽ, എനിക്ക് വേണമെന്ന് തോന്നിയിട്ടല്ല ഞാൻ 500 രൂപ ഭിക്ഷക്കാരന് കൊടുത്തത്. യൂട്യൂബിലിടാനാണ് ഞാൻ ഇതിൻ്റെയൊക്കെ ക്യാമറ വീഡിയോ എടുക്കുക ചെയ്തത്. അപ്പോൾ എന്താ എൻ്റെ ലക്ഷ്യം? എനിക്കൊരു ദുരുദ്ദേശമായിരുന്നു.
അതുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ആ 100-ൻ്റെ നോട്ട് അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് മേടിക്കുന്നതും 500 നോട്ട് അങ്ങോട്ട് കൊടുക്കുന്നതും ഒക്കെ വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ യൂട്യൂബിലും ഒക്കെ ഇടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ലക്ഷ്യം ആത്മാർത്ഥമല്ല. എൻ്റെ ലക്ഷ്യം ആത്മാർത്ഥമല്ല. ഇത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുന്ന ആരുടെയും ലക്ഷ്യം ആത്മാർത്ഥമല്ല എന്ന് സമർത്ഥിക്കുന്നതിനാണ് ഞാൻ ആശയം ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ കാര്യം മനസ്സിലായോ? ഇത് യൂസഫ് അലി ആയാലും അല്ലെങ്കിൽ ഏത് കോടീശ്വരനായാലും ഇങ്ങനെയുള്ള ജാടകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജാടയാണ്. ഞാൻ ഈ 500 രൂപ കൊടുത്തതുപോലുള്ള ജാട അത് മാത്രമാണത്. ഇന്നിപ്പോൾ ഇത്രയും പറയുന്നു. ഞാൻ ആദ്യത്തിൽ വളരെ സൗമ്യമായാണ് സംസാരിച്ചത്. അവസാനമായപ്പോഴേക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ചില വികാരങ്ങളുണ്ടായി. ആ വികാരത്തോടെ ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. ഇപ്പോൾ 50 മിനിറ്റായി. ഞാൻ 50 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ദീർഘമായൊരു സമയമാണ്. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ ലൈവ് ഞാനിവിടെ നിർത്തുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരു 24 മണിക്കൂർ സംസാരിക്കാനുള്ള ആവേശമുണ്ട്, ആഗ്രഹമുണ്ട്. ഞാനത് അത്രയും ഇപ്പോൾ സംസാരിക്കുന്നില്ല. 50 മിനിറ്റ് നിർത്തുന്നു. നാളെ ഞാൻ വരും. നാളെ 7 മണിക്ക് ഞാൻ വരും. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 7 മണിക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കേൾക്കുക. കേട്ടില്ലെന്ന് കരുതി എനിക്കൊരു സങ്കടവുമില്ല, ഒരു ദേഷ്യവുമില്ല, ഒരു പുച്ഛവുമില്ല. ഇതാ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്തുന്നു.